2 വർഷമല്ല, നീണ്ട 16 വർഷം ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അയാളുടെ മക്കളെ പഠിപ്പിച്ച് ആ കുടുംബത്തിന് മാസം മാസം വേണ്ട ചിലവിനുള്ള പൈസ അയച്ചു കൊടുക്കാൻ ഒരു മനുഷ്യന് മനസ്സുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എത്രത്തോളം നല്ല മനസ്സിൻ്റെ ഉടമയായിരിക്കും. ഒരിക്കലും അയാളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ വെച്ച് കമ്പയർ ചെയ്യുന്നില്ല. അത് തെറ്റോ ശരിയോ എന്നുള്ളത് പോട്ടെ, കാരണം കോടതി തെറ്റല്ല എന്ന് വിധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റ ആളുകളുണ്ട്. ഞാൻ അതിനെ തിരുത്താനോ അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ഞാൻ അത് ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു മനുഷ്യനെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഒരു സുഹൃത്ത് മരിച്ചിട്ട് 16 വർഷം ആ സുഹൃത്തിൻ്റെ ഫാമിലീനെ അതിൻ്റെ മക്കളെയൊക്കെ നോക്കി കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുവിധം ആളുകളെ കൊണ്ടൊന്നും സാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ഈ മനുഷ്യനത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാളുടെ മനസ്സിൻ്റെ നന്മ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് മാത്രം ചിന്തിച്ച് നോക്കിയാൽ മതി. കാരണം ഹനീഫ്ക്കായുടെ കുടുംബത്തിനെ ഇത്ര നാൾ നോക്കിയെന്ന് ഹനീഫ്ഖാൻ്റെ വൈഫ് തന്നെ വന്നു പറയുന്നുണ്ട്. ദിലീപേട്ടൻ മാത്രമാണ് ഇത്ര നാൾ ഒരു സഹായമായിട്ടുണ്ടായിരുന്നേ എന്നുള്ളത്. അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ മനുഷ്യനോട് സഹതാപം തോന്നുന്നു. കാരണം തെറ്റോ ശരിയോ എന്ന് പോലും അറിയാണ്ട് ഒരുപാട് ഇയാളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും. അതിലൊന്നും തളരാതെ അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അയാൾ ചെയ്യുന്നുണ്ടായിരുന്നു. ജയിലിൽ കിടന്ന സമയത്ത് പോലും അയാളുടെ മാനേജറെ വിളിച്ച് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് ഹനീഫ്ക്കായുടെ ഫാമിലിക്ക് കൊടുക്കേണ്ടത് മാസം മാസം കൊണ്ട് കൊടുക്കണം എന്നുള്ളത്. ഏതൊരു മനുഷ്യരാണെങ്കിലും അവർക്ക് 2 വശങ്ങളുണ്ടാവും എന്നുള്ളതാണ്. ഒരു പക്ഷേ നമ്മൾ ഇയാളുടെ ഒരു മോശം വശമെന്ന് മാത്രം പറഞ്ഞു കേട്ടറിവ് വെച്ച് നമ്മൾ ഇയാളെ വിലയിരുത്തിയിട്ടുണ്ട്. അല്ല, ഇയാൾക്ക് ഒരുപാട് നന്മ നിറഞ്ഞ ഒരു വശം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒരുവിധം ആരെക്കൊണ്ടും പറ്റുന്ന കാര്യങ്ങളല്ല ഇതെന്നുള്ളത് ഉറപ്പാണ്. അത് ഹനീഫ്ഖാൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ദിലീപേട്ടൻ്റെ എല്ലാ സെറ്റുകളിലും ഒരു വണ്ടിയുടെ ആവശ്യം വന്നാൽ അത് ഹനീഫ്ഖാൻ്റെ വണ്ടി ഇന്നോവ കാറായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതിലൂടെ ഒരു വരുമാനം ആ കുടുംബത്തിന് എത്തുക എന്നുള്ളതാണ് ഈ മനുഷ്യൻ ചിന്തിച്ചിട്ടുള്ളത്.